നമസ്കാരം. മംഗലശ്ശേരി എന്റർപ്രൈസസിന്റെ ആഘോഷങ്ങൾക്കിടയിൽ ഒരു കാര്യം. ഇന്ന് ലോക മാതൃദിനം. ഈ ദിനത്തെ ധന്യമാക്കുന്ന മറ്റൊരു കാര്യം കൂടി. ഇന്ന് എൻ്റെ അമ്മ ഭാനുമതിയുടെ ജന്മദിനം കൂടിയാണ്. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന എൻ്റെ അച്ഛനിൽ പെയ്തിറങ്ങിയ ഭാനുമതി എന്ന പുണ്യം. പരസ്പരം നിഴൽ പോലെ ജീവിച്ച അവരുടെ ആദ്യ കണ്ടുമുട്ടൽ അവിചാരിതമെങ്കിലും അവിസ്മരണീയമായി. അപ്പോ ഇതാണ് അപ്പുമാഷിന്റെ മോളല്ലേ? തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യ. എന്നാ തുടങ്ങല്ലേ? ഉവ്വ്, എന്നാ നേരം കളയാണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം. അമ്പലത്തിലല്ല, നൃത്തം ഇവിടെ നടക്ക. ഇവിടെ ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം, പിന്നെ ഇവൾ അതിശയിച്ചിറക്കി വിട്ട എന്റെ കൂട്ടുകാരും. എന്താ മനസ്സിലായില്ലേ? പറഞ്ഞത് അമ്പലത്തിലെ പാട്ടുപുര. ആ, പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്കുക. താമസിക്കണ്ട. കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതെ, ചതിയും കള്ളവും എല്ലാം ഞാൻ പ്രയോഗിക്കും. വേണ്ടി വന്ന കരുത്തും. എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാണ് കളിക്കണേ. നിർബന്ധ ബുദ്ധി കാട്ടരുത്. പഠിത്തം കഴിഞ്ഞു വന്ന എന്റെ മോളുടെ അരങ്ങേറ്റാ ഇന്ന് നടക്കേണ്ടത്. അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോലായാൽ മോളുടെ ഭാവിയെക്കുറിച്ച് ആദ്യമുള്ള ഒരു അച്ഛൻ പറയുന്നതാണ്. പ്രസംഗിക്കണ്ട. ഭാവം വളരെ ചീത്തയാണ്. സ്വരൂപം പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ട. നിങ്ങളുടെ ഭീഷണിക്ക് ഞാൻ വഴങ്ങിയില്ലെങ്കിലോ? നൃത്തം ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞ വയ്യാന്ന് നീ പറയില്ല. പറഞ്ഞ നൃത്തം മാത്രമാവില്ല, ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുക. 5100 റുപ്യ നിന്റെ തന്ത വാങ്ങിക്കൊണ്ട് പോയത്. അത് മുതലാക്കാതെ ഒന്നിനെ ഈ പടിപ്പുരയ്ക്ക് പുറത്തേക്കാൻ വിടില്ല. ഇത് നീലകണ്ഠനാ. വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല. പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ. അത് ചോദിച്ചാൽ തിരിച്ചു തരാൻ എന്റെ ഇല്ല താനും. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ. എന്നാലും എന്റെ മോളെ ഞാൻ തയ്യാറാണ്. അങ്ങനെ വഴിക്കുവാ. കുറുപ്പേ, ആട്ടവിളക്ക് കത്തിക്കുക. മതി മതി, ഇത്രയും മതി. മിടുക്കി, തകർത്ത് കളഞ്ഞു. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ. പേര് കേട്ട അച്ഛൻ്റെ പേര് കേട്ട മകൻ. ഞാനാരാ? നിസ്സാരിയായൊരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എൻ്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്നൊരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോൾ ആവാസന്റെ മുന്നിൽ ചിലങ്ങ് കെട്ടി ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായൊരു കലയാണ്. ഇനി എൻ്റെ കാലുകൾക്ക് ഈ ചിലം കേട്ടാനുള്ള യോഗ്യതയില്ല. ഉള്ളിൽ 1000 മുള്ള കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഇതാ ഞാനിതോടെ ഉപേക്ഷിക്കുകയാണ് എന്നേക്കുവാൻ. ആകാശദീപങ്ങൾ സാക്ഷി. കുഞ്ഞാറ്റയെ ഊട്ടുന്ന അമ്മക്കിളിയും കിടാവിൻ്റെ പശിയകറ്റുന്ന നന്ദിനിപ്പയ്യും മാതൃത്വത്തിൻ്റെ
ഉദാത്ത ഭാവങ്ങളാണ്. കണ്ണീർ മറച്ചു ചിരിക്കാൻ, നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കാൻ, തളർച്ചയിൽ നിന്ന് പൊരുതി നേടാൻ എനിക്ക് വഴികാട്ടിയായത് എൻ്റെ അമ്മയാണ്. ഈ കാർത്തികേയൻ്റെ ഭാനുമതി എന്ന അമ്മ. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി. ശിവ നന്നായി പെർഫോം ചെയ്തു. താങ്ക് യു. ഓക്കെ, നമുക്ക് നമ്മുടെ ചേട്ടൻ ചേച്ചിമാരടുത്ത് ചോദിക്കാം. അമ്മു, നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തു. എസ്പെഷ്യലി ലാലേട്ടൻ ഒരു രക്ഷയില്ലായിരുന്നു, കിടിലനായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായ മാനറിസംസ് എക്സാക്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ വേണുചേട്ടനെ ചെയ്തതാണെങ്കിലും എല്ലാവരുടെ പാട്ടും നന്നായിട്ട് ചെയ്തു. ആൻഡ് ഒബ്വിയസ്ലി മോള് കിടുകി ആസ് ഓൾവേസ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു അമ്മ തീം എന്ന് വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തത്. ആ ഒരു കോൺസെപ്റ്റിന് ആപ്റ്റായൊരു പെർഫോമൻസ് ആയിരുന്നോ ഇത് എന്നെനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റിനെ മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഫോർ ഷുവർ. പക്ഷേ ആ ഒരു കോൺസെപ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അതിന് ആപ്റ്റായൊരു പെർഫോമൻസ് ആയിരുന്നില്ല ഇത്. എനിക്ക് ആ ഒരു പാട്ട് എനിക്ക് മനസ്സിലായില്ല. അത് എനിക്ക് മാത്രം തോന്നിയതാണോ അതോ? The thing is, ഓൾഡ് ദേവാസുരം ആസ് ആൻ ആക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രായത്തിന് ഈ ഡയലോഗ് ഓൺ വോയിസിൽ ഗംഭീരമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. അത്രയും ഫീലോടുകൂടി മോൾ പറഞ്ഞു. സോ ഈ ഒരു ആക്ട് മോൾ ഒരു രേവതി ഫാൻ ആയിട്ട് വന്നിട്ട് ഡെഡിക്കേഷൻ ആയിട്ട് ചെയ്യാനാണെങ്കിൽ ഇത് 100 out of 100 എന്ന് പറഞ്ഞാൽ അങ്ങനെ മാർക്ക് തരാം. പക്ഷേ ഇതിനകത്ത് നമ്മളൊരു അമ്മ എന്ന് പറയുന്ന ഒരു തീം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഇപ്പോൾ രേവതി മാം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അമ്മ ആയിട്ട് വരുമ്പോൾ എന്തൊക്കെ അങ്ങനെ ഒരു സീൻ ഉണ്ടോ, അങ്ങനെ ഒരു ആക്ട് ഉണ്ടെങ്കിൽ അത് റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മോട്ടീവ് ഈ തീം തന്നതിന്. അപ്പം ദേവാസുരമിലെ ഈ സീനും ഈ തന്നിരിക്കുന്ന തീമുമായിട്ട് ഒരു മാച്ച് ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഇല്ല, അമ്മ എന്ന് പറഞ്ഞാൽ ഒരു തീം കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൽ അമ്മ മാത്രം ഇല്ലാത്തൊരു ഫീലാണ് തോന്നിയത്. വളരെ കുറച്ച് ഭാഗം അത് നമുക്ക് ഇതിൽ സ്ക്രീനിൽ കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കി ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് വൈസ് നിങ്ങൾ എല്ലാവരും എക്സലൻ്റ്. അതിലൊരു കുറവും പറയാനില്ല, ഒന്നും പറയാനില്ല. അത് നിങ്ങൾ കഴിഞ്ഞൊക്കെ പെർഫോമൻസിനെക്കാളും ഒക്കെ ഒരുപാട് മുകളിലോട്ട് പോയിട്ടുണ്ട്. മോളുടെ ഈ ഡയലോഗൊക്കെ എല്ലാം ഒന്നും നിർത്താതെ കറക്റ്റ് ആ എന്താ പറയുക, ബാക്കി പോകുന്ന ട്രാക്കിനനുസരിച്ച് പിടിച്ച ആ വാക്ക് വരെ കറക്റ്റ്, ആ ചിലങ്കയുടെ സൗണ്ട് അതൊക്കെ ഭയങ്കര കറക്റ്റ്, അതൊക്കെ മാച്ച് ചെയ്ത് അതൊക്കെ എക്സലന്റ്, ബ്രില്യന്റ്, ഒന്നും പറയാനില്ല. ആ ഒരു എക്സാക്ട് സീന് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ. അമ്മയുടെ പ്രസൻസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തേനെ. അത് ആ ഒരു ടച്ചിങ് നമുക്കും കൂടെ കിട്ടിയേനെ. ബാക്കി എല്ലാം ബ്രില്യൻ്റ് ആയിരുന്നു. ലാലേട്ടൻ്റെ പാട്ട് ഉഗ്രനായിരുന്നു. ആൻഡ് രേവതി മാമിൻ്റെ ഫാദറായിട്ട് ആക്ട് ചെയ്ത് വന്ന ആ കുട്ടി എല്ലാ ടൈമിങ്ങും ആ ചെയ്ത എക്സ്പ്രഷൻ എല്ലാം ഒരു കൊച്ചുകുട്ടി ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. ആൻഡ് ആ ഓർക്കസ്ട്ര ടീമിൽ നമ്മോട് പാടുന്നത് വരെ അത്രയും സിൻസിയറായിട്ട് ചെയ്തായിരുന്നു. അത് ഒരു ഏത് പാർട്ടാണോ ആർക്ക് കൊടുത്തിട്ടുള്ളത് അത് അവർ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു. ഇതുപോലെ അമ്മ പറഞ്ഞത് തന്നെയാണ് ഫാക്ട്. ഈ അമ്മ എന്ന് പറഞ്ഞ തീം എന്നുള്ള കാര്യം മാറ്റി വെച്ചിട്ടാണ് ഈ പെർഫോമൻസ് നോക്കുന്നതെങ്കിൽ ബ്രില്യൻ്റ് പെർഫോമൻസ് ആയിരുന്നു.